ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇതാ നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷോർട്സ് വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പം മെറ്റീരിയൽ മീറ്റർ എത്രയാണെന്ന് വെച്ചാൽ 3 മീറ്ററാണ്, 56.5 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത് തന്നെ ഞാൻ എടുക്കുകയും ചെയ്തു. കാരണം കോട്ടൻ്റെ നൈറ്റിയാണ്, കുറച്ച് കുറഞ്ഞ റേറ്റിൻ്റെ നൈറ്റി ക്ലോത്താണ്. അപ്പോൾ അത് ചിലപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ ചുരുങ്ങിയിട്ട് മുകളിലേക്ക് ലെങ്ത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തതാണ് കേട്ടോ. എനിക്ക് ടോട്ടൽ ഒരു 54.5 മതി കേട്ടോ. തയ്ച്ച് വരുമ്പോൾ 54 ആ റേഞ്ചിൽ വരികയും ചെയ്യും. അപ്പോൾ അതായത് ഷോൾഡർ ഞാൻ നെക്ക് വിടുത്തും ഷോൾഡറും കൂടെ 7.5 ഇഞ്ചാണ് കേട്ടോ എടുക്കണേ. ചുരിദാറിൻ്റെ ഷോൾഡറും നെക്ക് വിടുത്തും അല്ല കേട്ടോ, നൈറ്റിക്ക് വേണ്ട കുറച്ച് വ്യത്യാസം വരും കേട്ടോ. റിഗാൾ വന്നിട്ട് ഞാൻ 7 ഇഞ്ചുമാണ് എടുത്തത്. കാരണം നമ്മൾ നൈറ്റി എപ്പോഴും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതല്ലേ. ചുരിദാറൊക്കെ അധികവും നമ്മൾ അത്ര ജോലിക്കിടയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം നൈറ്റി ആകുമ്പോൾ നമുക്കൊന്ന് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സായതുകൊണ്ട് കുറച്ച് ലൂസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ റിഗാൾ 7 ഇഞ്ച് എടുത്തു. പിന്നെ നമ്മൾ ഒന്ന് കർവാക്കിയിട്ട് റിഗാളിനൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ചെസ്റ്റ് റൗണ്ടൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം, ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തണം. അപ്പം ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുവാണ്. വേസ്റ്റ് റൗണ്ട് ഞാൻ 9.5 കേട്ടോ എടുത്തത്, പ്ലസ് 1.5 എടുത്തു. ഹിപ്പ് റൗണ്ട് 11 എടുത്തു, പ്ലസ് 1.5 എടുത്തു കേട്ടോ. ചെസ്റ്റ് റൗണ്ട് ഞാൻ ചുരിദാറിനൊക്കെ എനിക്ക് 10.5 10.15 അപ്പോൾ ഇത് ഞാനൊരു 11 എടുത്തു, പ്ലസ് 1.5 എടുത്തു. എന്നിട്ട് അത് ഷേപ്പായിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ നൈറ്റി കട്ട് ചെയ്യാൻ. ഒരു അരമണിക്കൂർ തന്നെ വേണ്ട, പെട്ടെന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്കെയിൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ കർവൊക്കെ ഒന്ന് വരച്ചിട്ട് താഴെ ഫ്ലെയറിലേക്ക് എൻഡിങ്ങിലേക്ക് ഒന്ന് ചെരിച്ചിട്ട് അങ്ങോട്ട് വരച്ചെടുക്കാം. കർവ് വരയ്ക്കാൻ ഈ സ്കെയിലും മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ചെരിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിലും എടുത്താലും മതി. ഇതേപോലെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് ചെരിച്ച് താഴെ എൻഡിങ്ങിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു കറക്റ്റ് ഒരു രീതിക്ക്. മൂന്ന് മീറ്ററിൽ 1.5 മീറ്ററിൻ്റെ പകുതി വെച്ചിട്ട് മടക്കുമ്പോൾ 1.5 മീറ്റർ 1.5 മീറ്റർ അങ്ങനെ 2 മടക്കായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം മുകളിലാണ് നൈറ്റീൻ്റെ വരേണ്ടത്, കാരണം നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സ്ലീവിൻ്റെ കട്ട് ചെയ്ത് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഫുൾ സ്ലീവും 3/4 ഒക്കെ വേണ്ടവർക്ക് അങ്ങനെ തന്നെ സ്ലീവ് അവിടെ റിഗാളിൻ്റെ അവിടെ കട്ട് ചെയ്യാതെ താഴോട്ടേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. എനിക്ക് ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് അവിടെ കട്ട് ചെയ്തെടുത്താണ്.
അപ്പോൾ അതിൻ്റെ ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക. ഇതിൽ ഒരു പീസ് നമ്മൾ കളയേണ്ടതില്ല, കാരണം നമുക്ക് ബാക്കിലെ നെക്കിനും സ്ലീവ് ലെങ്ത്ത് കൂട്ടാനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് തന്നെ കട്ടിങ് ഒക്കെ ചെയ്യാം. എന്നിട്ട് നമ്മളെ ഷേപ്പും ഹിപ്പ് റൗണ്ടും ഒക്കെ ഉള്ളിടത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷർ ചെയ്യാനൊക്കെ. ഇനി നമുക്ക് ബാക്കിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ട് ബാക്കിൻ്റെ നെക്കും ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ നെക്കിന് വേണ്ടിയിട്ട് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചും ലെങ്ത്ത് ഇറക്കം 3 ഇഞ്ചുമാണ് എടുക്കണേ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ഇഞ്ച് വരും നെക്ക്. ഇനി നമുക്ക് ആ നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് ക്രോസായിട്ട് വരച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്കിലെ നെക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ക്ലിയറായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ഇതാണ് ഫ്രണ്ടിലെ നെക്ക്. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയത് 30 രൂപയാണ് കേട്ടോ നെക്കിന്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യം നോക്കിയെടുത്ത് ഇങ്ങനത്തെ ഡിസൈനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് പോയ ഷോപ്പിൽ നിന്ന് അങ്ങനത്തെ നല്ലൊരു ഡിസൈൻ കിട്ടി, അപ്പോൾ അത് വാങ്ങുകയും ചെയ്തു. ഫ്രണ്ടിലെ നെക്ക് ആദ്യം ഒന്ന് വീതിയും ലെങ്ത്തും ഒക്കെ ഒന്ന് വരച്ചിടുന്നത് ഈ നെക്ക് വെക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു റൗണ്ടിൻ്റെ പുറത്തേക്കും ഉള്ളിലേക്കും പോവാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ 5.5 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് നെക്കിന്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് 3 ഇഞ്ച് എടുത്തു അങ്ങനെയാണ് കേട്ടോ നെക്ക് എടുത്തത്. എന്നിട്ട് അത് അതിൻ്റെ ചീത്ത ഭാഗത്ത് തയ്ച്ചിട്ട് ഇങ്ങോട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ബാക്കിലെ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്യണേ.
ആ കഴുത്തിൻ്റെ നെക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക പീസ് വെച്ചിട്ട്. അപ്പോൾ കറണ്ട് അങ്ങനെ പോയി ഒന്നും കളിക്കാൻ കേട്ടോ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറണ്ടിൻ്റെ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, റൗണ്ട് മൊത്തം. എന്നിട്ട് അതിനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല. ഫ്രണ്ട് നെക്കുമായിട്ട് ഷോൾഡർ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് നെക്ക് ബാക്കിലത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടാം. ഇനി നമ്മളെ നെക്ക് ഫ്രണ്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതിന് മുമ്പ് അതിൻ്റെ സൈഡൊന്ന് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. അതിന് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം അതിനെ നമ്മുടെ നൈറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല ഭാഗവും ചീത്ത ഭാഗവും അങ്ങനെ ആക്കി വയ്ക്കുക. നൈറ്റിൻ്റെ ചീത്ത ഭാഗത്ത് നെക്കിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ അവസാനിപ്പിക്കുക.